ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 5 മണി മുതൽ മക്കളെ വിടുന്നത് വരെയുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്കൂളുള്ള ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെന്തായാലും ഓർഡറായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് പോകില്ലേ. പിന്നെ മക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലേ അവർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം തെറ്റുന്നത്. അതിന് മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചു, ചോറ് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വ്ളോഗിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ് കെട്ടുന്നതാണ് കേട്ടോ. നമ്മളെല്ലാവർക്കും കൂടെ ഒരു 6 പൊതിച്ചോറാണ് കെട്ടേണ്ടത്. അപ്പോൾ അതിന് പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചെറുപയർ കുറവായിരുന്നതുകൊണ്ട് ചെറുപയറും വൻപയറും കൂടെ കൂട്ടിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതൊന്ന് അരിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. പിന്നെ അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. ഇത് തേങ്ങ അരച്ച് ചേർത്ത് വെക്കുന്ന കറിയല്ല, അല്ലാതെയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെയാണ് ഞാൻ പാത്രങ്ങൾ കഴുകി വെച്ചിരുന്നതൊക്കെ എടുത്ത് മാറ്റുന്നത്. സ്പൂണുകളും മറ്റു പാത്രങ്ങളെല്ലാം എടുത്ത് ഓരോരോ സ്ഥലത്തേക്ക് വെക്കുന്നുണ്ട്. പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ സൈഡിൽ ഇരിപ്പുണ്ടല്ലോ, അതൊന്നും ഇന്ന് വേണ്ട. ഇന്ന് എന്തായാലും ഇലയിൽ പൊതിഞ്ഞല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാ കുടിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറും ആയിട്ടുണ്ട്, അതും വാർത്തിടാം. പിന്നെ പയർ തോരൻ വെക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ, വള്ളിപ്പയർ. അത് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു, എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പിടി തേങ്ങയും മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഒരിത്തിരി ജീരകം ഇത്ര ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം തോരന് വേണ്ടി. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഉപ്പുമാവും ചിക്കൻ കറിയും ആക്കാൻ രാവിലെ. പിന്നെ മോര് കറി വയ്ക്കാനുണ്ട്, ചമ്മന്തി അരയ്ക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ചട്ടി ചൂടാകുന്ന സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് ഞാൻ ചിരണ്ടി അരിഞ്ഞൊക്കെ വെച്ചത്. ഇനിയിപ്പോൾ തോരൻ അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കാം. അതാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞ് വെക്കാം. പിന്നെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി വെക്കാം. ബാക്കി കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടാവുമല്ലോ, അതെല്ലാം അങ്ങ് കഴുകി വെച്ചാൽ ആ ഭാഗം അങ്ങ് ക്ലിയർ ആകും. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം അരിഞ്ഞ് വെക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം പൊളിച്ച് നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെക്കാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. മോനിപ്പോൾ എഴുന്നേറ്റ് വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട്. ഇനി മോളെ വിളിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും വലുതായി കഴിഞ്ഞിട്ടാണെങ്കിലും രാവിലെ 8 മണി 9 മണി വരെ വേണമെങ്കിലും കിടന്നുറങ്ങാനായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷേ രാത്രി എത്ര മണി വരെ വേണമെങ്കിലും ഇരിക്കുമായിരുന്നു. എൻ്റെ മൂത്ത മോൻ അങ്ങനെയാണെന്ന് തോന്നുന്നു, ആ ടൈപ്പാണ്. അവനിപ്പോൾ വിളിച്ചാൽ മാത്രമേ അവൻ എഴുന്നേൽക്കാറുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ആൾ അങ്ങനെയല്ല കേട്ടോ. അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് വേണേൽ നമ്മളെ വിളിക്കും. പിന്നെ തലേദിവസം ഈ പറഞ്ഞതുപോലെ കളിച്ച് മടുത്തൊക്കെ കിടന്നാൽ മാത്രമേ കുറച്ച് സമയം കൂടുതൽ ഉറങ്ങുള്ളൂ. എങ്കിലും ഒരു 6:30 7 മണിയാകുമ്പോൾ അവൻ ഇങ്ങോട്ട് വന്ന് വിളിക്കും. ഞാൻ പോയി എല്ലാവരെയും വിളിക്കാമെന്നാണ് കേട്ടോ അവൻ പറയുന്നത്. ഞാനിപ്പോൾ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ്. പിന്നെ ഈ പനിയും ചുമയൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് രാവിലെ ചുമയുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതാ കറിക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ടിട്ട് ഞാനിങ്ങനെ തവിയും കൊണ്ട് കൊട്ടിയപ്പോഴേ ഗ്യാസ് അങ്ങ് നിന്ന് പോയി. പിന്നെ അടുപ്പ് മാറ്റി വെച്ചിട്ട് രണ്ടാമത് കത്തിക്കുകയായിരുന്നു. അവനാണെങ്കിൽ തീ കത്തിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അവൻ ദൂരോട്ട് മാറി നിന്നിട്ട് ഭയങ്കര സൗണ്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് തോരനായിട്ടുണ്ട്. പയർ നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട്. വൻപയറും ചെറുപയറും കൂടെ ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കടുക് താളിച്ചെടുക്കാം. ചെറിയുള്ളിക്ക് പകരം ഞാൻ സവാളയാണ് കേട്ടോ എളുപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി സവാളയും നന്നായിട്ട് വഴറ്റി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പയർ ചേർത്തിട്ട് എടുക്കുന്നതേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയ മക്കൾക്ക് സ്കൂളിലേക്ക് വെജ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. വെജിറ്റേറിയൻ ഫുഡ് എത്രമാത്രം അവരെ കഴിപ്പിക്കാവോ അത്രയും കഴിപ്പിക്കണമെന്നാണ് അവിടുത്തെ മാഡമൊക്കെ പറയുന്നത് എപ്പോഴും. ഇന്ന് ഇലയിലാണ് ഫുഡെന്ന് പറഞ്ഞപ്പോൾ തന്നെ മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പണ്ടൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടത് അവൻ ഓർമ്മയുണ്ടായിരുന്നു. അന്ന് തന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ചിക്കൻ കറിയാണ്, തലേദിവസം വൈകിട്ട് വെച്ചതാണ്. നമ്മളിവിടെ ചിക്കനും മീനും ഒക്കെ വൈകുന്നേരമാണ് വെക്കാറെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വൈകിട്ട് വെച്ചതാണ്, അതൊന്നുകൂടെ ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ അത് ഉപ്പുമാവിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഉപ്പുമാവിലേക്ക് ഇഞ്ചിയും ഉള്ളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, മുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ ആദ്യം തന്നെ ഇടുകയാണ്. ഇവിടെ തേങ്ങ കടിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, പ്രത്യേകിച്ച് മോൾക്ക്. അതുകൊണ്ട് ആദ്യം തന്നെ തേങ്ങ ഇട്ടങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചു.
ഉപ്പുമാവിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മോരിനുള്ള പരിപാടി നോക്കാം. തൈരൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മോരിന് വേണ്ടി ആ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് അത് എടുക്കാതിരിക്കുന്നത് കൊണ്ട് അതിൽ ഇങ്ങനെ പൂപ്പൊല് പോലെ വന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുക്കാവേ. അപ്പോഴേക്കും എന്താ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളമായിരുന്നു വെച്ചിരുന്നത്. നേരത്തെ ഒന്നും ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ശരിയാവത്തേ ഇല്ലായിരുന്നു. നന്നായിട്ട് കട്ട പിടിച്ച് പോവായിരുന്നു. ഇപ്പം എന്തോ ഉണ്ടാക്കി ഒന്ന് ശരിയായിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഒരു വീട്ടിലാണെങ്കിലും ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. പക്ഷെ എല്ലാവരുടെയും ഇഷ്ടത്തിനൊത്ത് നമുക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ല. അത് പക്ഷെ നമ്മൾ ചെയ്തു കൊടുത്ത് ശീലിപ്പിക്കുന്ന ഒന്നല്ല കേട്ടോ. മൂത്ത മോന് പഴം ഇഷ്ടമല്ല. അതവന് ചെറുപ്പം മുതലേ ഇഷ്ടമല്ല. ചെറുപ്പം മുതൽ ഒരു സാധനത്തിൻ്റെയും കൂടെയും പഴം കഴിക്കാറില്ല. പഴങ്ങളെന്നല്ല, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഫ്രൂട്ട്സ് ആയിട്ടുള്ളതൊന്നും മൂത്ത മോന് ഇഷ്ടമല്ല. എന്നാൽ ഇവർക്ക് പഴം കൂട്ടി കൊടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉപ്പുമാവോ പുട്ടോ ഒക്കെ തട്ടിക്കൂട്ടാന്ന് വെച്ചാലും അവന് കറി തന്നെ വേണം. അതുപോലെയാണ് കേട്ടോ തേങ്ങയും. മൂത്ത ആൾക്കും ഇളയ മോൾക്കും 2 പേർക്കും തേങ്ങ കടിക്കുന്നത് ഇഷ്ടമല്ല. തോരൻ പ്രത്യേകിച്ച് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ സ്കൂളിലേക്ക് നമ്മൾ കൊടുത്തു വിടുമ്പോൾ അങ്ങ് കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നാണെങ്കിലും പൊതിച്ചോറ് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും മോള് പറഞ്ഞത് തോരൻ ഞാൻ കൂട്ടിയില്ല അമ്മേന്നാ. പിന്നെ മൂത്ത ആളിപ്പം വലുതായതുകൊണ്ട് അവനൊരുവിധമൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടേ. ഇത് കണ്ടില്ലേ, വീടിന് ചുറ്റും വാഴയാണെങ്കിലും ഇല വെട്ടാൻ വേണ്ടി നോക്കി നടക്കുകയാണ് കേട്ടോ. എല്ലാം ഒന്നിൽ പൊട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര കട്ടിയുള്ള ഇലകളാണ്. അതുകൊണ്ട് ഏതിന്ന് വെട്ടണമെന്ന് ഓർത്തിട്ട് പിന്നെ ഞാനത് അവിടെ ഏൽപ്പിച്ചിട്ടിങ്ങനെ പോകുന്നു. ഞാൻ മോര് കാച്ചാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി നന്നായിട്ട് ചൂടായി. കടുക് ഇട്ടിട്ടുണ്ട്, ഉള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ചതച്ചതിട്ട് കൊടുത്തത്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ ഒരിത്തിരി കായപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരയ്ക്കാത്ത മോരുകറിയാണ് കേട്ടോ ഇത്. ഒരിത്തിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. മൺചട്ടി ആയതുകൊണ്ട് അതിനകത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. പെട്ടെന്ന് പിരിഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടിയിലാണ് പെട്ടെന്ന് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഉപ്പൊക്കെ ചേർത്തത്. ഇനി വേഗം നമുക്ക് ചമ്മന്തിയും കൂടെ അരച്ചെടുക്കാം. തേങ്ങ, ചെറിയ ഉള്ളി, ഇഞ്ചി, ഉപ്പ്, മുളക് പൊടി, കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഈ സമയം മൂത്ത ആൾക്ക് പോകാൻ നേരമായിട്ടുണ്ടായിരുന്നു. അവന് ചമ്മന്തി ഒന്നും വേണ്ട. ചിക്കനും തോരനും പിന്നെ പയറ് ഉലർത്തിയതും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് മാത്രമാണ് ബാക്കി കറികളെല്ലാം. പിന്നെ മോരുകറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. രാവിലെ പിന്നെ ഇതൊരു പതിവാണ് കേട്ടോ. ഒന്നുകിൽ ഞാൻ എടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് സോപ്പിട്ടില്ലെങ്കിൽ ആളുടെ മൂഡ് ഓഫ് ആകും. കുറച്ച് സമയമല്ലോ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ വീഡിയോ എടുക്കലും പിന്നെ ജോലി ചെയ്യലും കൂടി ആകുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് കുറേ സമയമായിട്ട് എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് കുറച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി ആളെ പല്ല് തേപ്പിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ ഇനി മുട്ടയും കൂടെ റെഡിയാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇനി ഇവരെ കുളിപ്പിച്ച് റെഡിയാക്കാനൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ പൊതിയെല്ലാം കെട്ടി സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ പിള്ളേരെ റെഡിയാക്കാൻ വേണ്ടി അങ്ങ് പോയാൽ മതിയല്ലോ. 3 മുട്ടയാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. അതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പ്, ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ചടിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഓരോന്നായിട്ടൊന്നും എടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട്. പിന്നെ ഇതാ മോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചെന്ന് അവർ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് എന്തോ വഴക്കായി. പിന്നെ ഞാൻ ചെന്ന് നിന്ന് പല്ല് തേപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കും. എനിക്കുണ്ടല്ലോ എന്താണെന്നറിയില്ല, ഇതുവരെ ഈ പാത്രങ്ങൾ വാങ്ങുന്നതിനോടൊരു ക്രേസ് തോന്നിയിട്ടില്ല കേട്ടോ. നേരത്തെ തൊട്ടാണെങ്കിലും ഉള്ള പാത്രങ്ങളിലൊക്കെയാണ് കറി വയ്ക്കാറ്. പുതിയ പാത്രങ്ങൾ എവിടെയെങ്കിലും പോയി കണ്ടാലും ഞാൻ അങ്ങനെ വാങ്ങാറൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞു കേട്ട ഒരു പരാതിയാണ് കേട്ടോ, പാത്രം മാറ്റണമെന്ന്. ഈ പഴയ പാത്രത്തിലൊക്കെ കുക്ക് ചെയ്താൽ കാണാനൊരു രസമില്ല എന്നൊക്കെ എന്നോട് അറിയുന്നവർ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു രാവിലെ നമുക്ക് എല്ലാ പാത്രങ്ങളൊക്കെ മാറ്റി വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. ഇത് വന്ന കാലം മുതൽ യൂസ് ചെയ്യുന്ന കുറച്ച് പാത്രങ്ങളാണ്. പിന്നെ ഇവിടെ ചിക്കൻ, മീൻ, മുട്ട ഇതൊക്കെ എല്ലാവരും കഴിക്കത്തൊന്നുമില്ല. അമ്മ അങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഓരോരോ ചട്ടികൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ മാത്രമാണ് നമ്മളെപ്പോഴും മീൻ എടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ എടുക്കുക, അല്ലെങ്കിൽ മുട്ട പൊരിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. അതിന് ഓരോരോ പാത്രങ്ങളുണ്ട്, അതിൽ മാത്രമാണ്. അപ്പോൾ ഇതാ അങ്ങനെ ഇലയൊക്കെ വാട്ടി നമ്മൾ ഊണ് വിളമ്പാറായി. അമ്മയെ കൊണ്ടാണ് കേട്ടോ വിളമ്പിക്കുന്നത്. കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കുമല്ലോ. ഇപ്പോൾ പിള്ളേരെ കുളിപ്പിക്കാനൊക്കെ ആയിട്ടുണ്ട് നേരം. അപ്പോൾ അമ്മയോട് വിളമ്പിക്കോളാൻ പറഞ്ഞു കേട്ടോ. അത് ചോറ് വെച്ചു. അവർക്ക് പിന്നെ ഒരുപാട് കറികളൊന്നും വേണ്ട. തോരനാണെങ്കിലും മോൾക്ക് കുറച്ച് മതി, മോന് ഇച്ചിരി കൂടുതൽ വേണം. അവൻ നന്നായിട്ട് കഴിക്കും അത്. പിന്നെ ചമ്മന്തി, പയറ്, മുട്ട എല്ലാം വെക്കുന്നുണ്ട് ഇച്ചിരിച്ചേ. മോൾക്ക് എല്ലാം കുറച്ച്, മോൻ അതിൽ കുറച്ചും കൂടെ കൂടുതൽ, അങ്ങനെയാണ് വെക്കുന്നത്.
അങ്ങനെ ദാ നമ്മുടെ കുഞ്ഞു പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ള എല്ലാം പൊതി കെട്ടാനിരിക്കുകയാണ്. ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഈ തിരക്കിനിടയിൽ അതും കൂടെ ചെയ്യാൻ പോയാൽ ശരിയാവത്തില്ലല്ലോ. എനിക്കെല്ലാം കൂടെ നിരത്തി വെച്ച് ഇങ്ങനെ വിളമ്പണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രാവിലത്തെ തിരക്കിൽ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ ബിഞ്ചേട്ടന് കൊണ്ടുപോകാനുള്ള ഇലയാണ് കേട്ടോ അവിടെ വാട്ടിയത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മോര് കറിയും കൂടെ വിളമ്പാം. ഇത്രയും കൂടെ ആയാൽ സെറ്റായി. അവരുടെ കാര്യം റെഡിയായി. കുളിപ്പിച്ചു, രണ്ടാളെയും കുളിപ്പിച്ചിട്ട് ഇതാ പുതപ്പിച്ചിരുത്തിയിട്ടുണ്ട്. അവർക്ക് രാവിലത്തെ തണുപ്പിൽ ഇങ്ങനെ ഇരുത്തണം. മോനാണ് കൂടുതൽ തണുപ്പുള്ളത്. പിന്നെ അവളും അതിൻ്റെ ഇടയിൽ കയറി ഇരിക്കുന്നുണ്ട്. അമ്മ കണ്ട് അവർക്ക് വാരി കൊടുക്കുകയാണ് ഉപ്പുമാവേ. ആ സമയത്ത് ഞാൻ ലഞ്ചൊന്ന് പൊതിഞ്ഞ് ബാഗിലാക്കി വെക്കാൻ നോക്കുകയാണേ. പൊതിച്ചോറെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെ മുതൽ അവർക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇതെങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. ഇപ്പോൾ കുറച്ച് നാളായി കൊണ്ടുപോയിട്ട്. കാരണം കഴിഞ്ഞ വർഷം എപ്പോഴോ ആണല്ലോ ഒന്ന് കൊണ്ടുപോയത്. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് ആയിട്ടല്ലേ ഉള്ളൂ. ആരും കൊണ്ടുവന്നും കണ്ടില്ല അവർ. അപ്പം മോൻ വന്ന് ചോദിക്കുക ഇതെങ്ങനെയാണ് ഞാൻ എടുക്കേണ്ടതെന്ന്. വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണേ. ആദ്യം ടവൽ എടുത്ത് ഇങ്ങനെ തുറക്കണം, പിന്നെ ഇല എടുത്തിട്ട് അതിങ്ങനെ തുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞ് വെപ്പിച്ചു. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇനിയിപ്പോൾ തിരക്കായി. വണ്ടി വരാറായിട്ടുണ്ടേ. നമ്മുടെ അടുത്ത വീട്ടിലെ മോൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അവന് പനിയാണോ എന്ന് വിളിച്ച് ചോദിക്കുകയായിരുന്നു. പിന്നെ ചേട്ടന് കൊണ്ടുപോകാനുള്ള പൊതിച്ചോറും കൂടെ എടുക്കുകയാണ്. അതിൽ പിന്നെ എല്ലാ കറികളും വെക്കാമല്ലോ. ചോറ്, തോരൻ, പയർ, ചമ്മന്തി, മുട്ട, പിന്നെ അച്ചാറുണ്ടായിരുന്നേ. അച്ചാർ പിന്നെ മക്കൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് പൊതിച്ചോറ് കെട്ടാം. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കുള്ള പൊതി കെട്ടണം. അതിനു മുമ്പ് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടല്ലോ. ഉപ്പുമാവൊക്കെ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. കറികളൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ എടുത്ത് വെക്കാണ്ട്. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഇപ്പോൾ എനിക്കും അമ്മയ്ക്കുള്ള പൊതിച്ചോറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയാണ് കേട്ടോ അവിടെ ഗ്യാസിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. ഇനിയാണ് കേട്ടോ ഞാൻ ഉപ്പുമാവ് കഴിക്കാൻ പോകുന്നത്. ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അമ്മ ചുക്ക് കാപ്പി ഇടാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണേ. അതുപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാവേ.